ഹലോ, എല്ലാവർക്കും നമസ്കാരം. കുറേ നാളുകളായിട്ട് നമ്മൾ ചാനലിൽ വീഡിയോസോ ഒന്നും ഇടുന്നുണ്ടായിരുന്നില്ല. ഷോർട്സ് ഇടുന്നുണ്ടായിരുന്നില്ല, വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, കുറച്ച് അധികം തിരക്ക് പിടിച്ച വർക്കുകൾ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഈ കസ്റ്റമർ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ, സ്റ്റെയിൻ റിമൂവിങ്, അങ്ങനെയുള്ള പരിപാടികളെല്ലാം നിർത്തി വെച്ചേക്കുമായിരുന്നു. മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇൻഡസ്ട്രിയൽ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളാണ്. അതായത് ഈ ഹോട്ടൽ റൂംസ്, ഈവൻറ്റ്സ്, ഡെക്കറേഷൻ ടീംസിൻ്റെ വർക്ക്, അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനത്തെ വർക്കുകളൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കണ്ടൻറ്റ് റിലേറ്റഡായിട്ട് കുറച്ച് ക്ഷാമം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ മെയിനായിട്ട് സമയം കിട്ടുന്നില്ലായിരുന്നു എന്നുള്ളതാണ് കാര്യം. അപ്പോൾ അങ്ങനെ വീഡിയോസ് ഇടാതെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പയ്യെ നമ്മുടെ ചാനലിൽ വീണ്ടും വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് നോക്കാം. സമയം കിട്ടുന്നതനുസരിച്ച് നമുക്ക് ഇടാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡെയിലി വർക്ക് വ്ളോഗ് പോലെ ചെറിയ ഷോർട്ട് വീഡിയോസ് പോലെ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് മുതൽ നമ്മുടെ വർക്കുകളും കാര്യങ്ങളെല്ലാം നിങ്ങളെ പരിചയപ്പെടുത്തി വീണ്ടും ചാനലിൽ വീഡിയോസ് തുടങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും എൻക്വയറീസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ വർക്ക് സംബന്ധമായിട്ട് എന്തെങ്കിലും എൻക്വയറീസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം, അതിലേക്ക് വിളിച്ചാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ മെയിനായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈവൻറ്റ്സ്, ഹോട്ടൽ റൂംസ്, ഡെക്കറേഷൻ ടീംസിൻ്റെ വർക്ക്സ്, അങ്ങനെയുള്ള ബൾക്ക് വർക്കുകളാണ്. അപ്പോൾ നമ്മുടെ പ്ലാന്റ് അകത്തേക്ക് കയറുകയാണ്. കണ്ടോ, അത് വാഷ് ചെയ്ത് പാക്ക് ചെയ്ത് പോകാൻ വേണ്ടി വെച്ചിരിക്കുന്ന തുണികളാണ്. ഇതൊക്കെ വാഷ് ചെയ്ത് ഫോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, അവിടെ ചേച്ചി ഇതിന്ന് തുണികളൊക്കെ ഫോൾഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കാണുന്നതെല്ലാം വലിയ സീലിംഗ് ക്ലോത്തുകളും കാര്യങ്ങളൊക്കെയാണ്. വലിയ പന്തലുകൾക്ക് കിട്ടുന്ന 20 അടി, 30 അടി, 40 അടിയുടെയൊക്കെ സീലിംഗ് ക്ലോത്തുകളാണ്. അപ്പോൾ അങ്ങനത്തെ വർക്കുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഹോട്ടൽ റൂംസിന് വേണ്ടി ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റുകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ കിടക്കുന്നതാണ് ഈവൻറ്റ്സുകാർ ഉപയോഗിക്കുന്ന ക്ലോത്ത്, ഈവൻറ്റ്സിൽ ചെയർ കവറും ടേബിൾ ക്ലോത്ത് കവറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. ഇതെല്ലാം നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞത് നേരത്തെ സീലിംഗ് ക്ലോത്തിന് വേണ്ടിയിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തുണികൾ, സ്റ്റെയിനും കാര്യങ്ങളെല്ലാം കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇതും ഈവൻറ്റ്സിൻ്റെ വർക്കുകളാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഡെലിവറിക്ക് പോകാൻ വേണ്ടി പാക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. ഇപ്പോൾ ഒരു പില്ലോ കവർ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ബെഡ്ഷീറ്റെല്ലാം ഇതെല്ലാം അങ്ങനെ മടക്കി ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം നമ്മുടെ അയണിങ് ടേബിളിലേക്ക് പോകും. അവിടെ സ്റ്റീം അയണിങ് ആണ് ചെയ്യുന്നത്. ഇതെല്ലാം ഫോൾഡ് ചെയ്തതിന് ശേഷം വന്ന ബെഡ്ഷീറ്റുകളാണ്. ഈ ബെഡ്ഷീറ്റെല്ലാം ഇപ്പോൾ സ്റ്റീം അയണിങ് ചെയ്യുവാണ്. സ്റ്റീം അയൺ ചെയ്ത് ഫോൾഡ് ചെയ്ത് നമ്മൾ എണ്ണം നോക്കി പാക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ പ്രോസസ്സൊക്കെ വരുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിനി അടുത്ത ഒരു ഡെലിവറിക്ക് വേണ്ടി പോവുകയാണ്. ഈ വർക്കുകളെല്ലാം ഇന്ന് ഡെലിവറി പോകാനുള്ളതാണ്. നമുക്കൊരു ഈവൻറ്റ്സിൻ്റെ ഡെലിവറിയാണ്. അപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ടുള്ള വർക്കുകളാണ്. അപ്പോൾ ഇതെല്ലാം ഇന്ന് ഡെലിവറിക്ക് പോകണം. അപ്പോൾ നമുക്ക് പോകാനുള്ള സാധനങ്ങളൊക്കെ വണ്ടിക്കകത്ത് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോരുത്തർ ഓരോരോ കെട്ടുകളായിട്ട് വന്ന് പിന്നെ വണ്ടി ലോഡ് ചെയ്യുകയാണ്. ഈ കെട്ടുകളെല്ലാം നമ്മൾ തൂക്കൊടുത്ത് ഇതിൻ്റെ അകത്തുള്ള ഐറ്റത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എഴുതി സെപ്പറേറ്റ് ബില്ലൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ അത് വെക്കുന്നത്. അപ്പോൾ നമ്മൾ എഴുതുന്നതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി ഇതേപോലെ നമുക്ക് വന്നിരിക്കുന്ന ഐറ്റംസ്, എന്തൊക്കെ ഐറ്റംസാണ് വന്നിരിക്കുന്നത്, എത്ര കിലോ ഉണ്ട്, എത്ര ഐറ്റംസ് നമുക്ക് ഇവിടെ ഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഈ സ്ലിപ്പിലുണ്ടാവും കേട്ടോ. ഡെലിവറി സ്ലിപ്പാണ്, ഡെലിവറി സ്ലിപ്പിൽ ഇതിലെല്ലാം ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ വണ്ടിയിൽ ഐറ്റംസ് എല്ലാം ഫുൾ ലോഡ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഈ തുണി കാണുന്ന ചെളിയൊന്നും കാണണ്ട. ഇത് നമ്മൾ ജസ്റ്റ് മടക്കി കെട്ടാനായിട്ട് ഉപയോഗിക്കുന്ന തുണികളാണ്. അപ്പോൾ അതിൻ്റെ അകത്തായിരിക്കുന്ന സ്റ്റെയിൻസും കാര്യങ്ങളും നമ്മളെടുത്ത് കളയത്തില്ല. ഇത് ജസ്റ്റ് വാഷ് ചെയ്ത് ഇതിൻ്റെ ചെളിയും കാര്യങ്ങളൊക്കെ കളയും. പിന്നെ ഇത് യൂണിഫോംസാണ്. ഇതേപോലെ ആയിരിക്കും യൂണിഫോംസ് ഇതേപോലെ മടക്കി തേച്ച് ഫോൾഡ് ചെയ്ത് പാക്ക് ചെയ്തിട്ടൊക്കെ ആയിരിക്കും വെക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ഭയങ്കര ശബ്ദമാണ്. ഈ മെഷീൻസും കാര്യങ്ങളൊക്കെ ഓടുന്നതുകൊണ്ട് തന്നെ നല്ല ശബ്ദമായിരിക്കും. ചിലപ്പോൾ വീഡിയോന് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഡെലിവറി കൊടുക്കേണ്ട സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് തിരുവാണിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പുത്തൻകുരിശടുത്ത് തിരുവാണിയൂർ. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു 7-8 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഡെലിവറി കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം ഞാൻ അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ സമയം കിട്ടുവാണെങ്കിൽ എടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ പുത്തൻകുരിശ് ടൗണിലെത്തി കേട്ടോ. ഈ പുത്തൻകുരിശ് ടൗണിൽ നിന്ന് നേരെ തിരുവാങ്കുളം പോവാണ്. അപ്പോൾ ഗായ്സ്, നമുക്കിത് എത്തിച്ചു കൊടുക്കേണ്ടത് ഇവരുടെ ഗോഡൗണിലാണ്. അപ്പോൾ നമ്മൾ ഗോഡൗണിലെത്തി. ഇത് തൊട്ടടുത്ത് ഈ കാണുന്നതാണ് ഗോഡൗൺ. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ അവരുടെ ഗോഡൗണിലേക്ക് എത്തി. ഞാൻ ഗോഡൗണിൻ്റെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല, ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും.
അപ്പോൾ അതുകൊണ്ട് ഗോഡൗണിൽ എത്തുന്നു, നമ്മൾ സാധനം ഇറക്കി കൊടുക്കുന്നു, അവിടെ നിന്ന് സാധനം എടുക്കാനുള്ള ഐറ്റംസ് നമ്മൾ തിരിച്ചെടുക്കുന്നു. പിന്നെ അവരുടെ സ്ലിപ്പ് നമ്മൾ ഇവരുടെ ഗോഡൗണിൽ എത്തിയിട്ടുണ്ട്. ഈ ഗോഡൗണിൽ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഇപ്പം ഞാൻ ഈ കാണിച്ച ഡെലിവറി സ്ലിപ്പില്ലേ, ഈ ഡെലിവറി സ്ലിപ്പ് കൊടുക്കുക, അതിനുശേഷം ഈ സ്ലിപ്പ് കൊടുക്കുക, അതിനുശേഷം ഇവരുടെ ബില്ല് കൊണ്ടുപോയി നമുക്ക് ഇവർക്ക് ഓഫീസ് വേറെ സ്ഥലത്താണ്, ഓഫീസിൽ കൊണ്ടുപോയി ബില്ലും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എടുക്കാനുള്ള വർക്കുകളെല്ലാം എടുത്ത് നമ്മളിവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. ആക്ച്വലി നമുക്ക് അവിടെ നിന്ന് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടുന്ന് വാഷ് ചെയ്യാനുള്ള വർക്കുകളെല്ലാം നമ്മൾ എടുത്തുകൊണ്ട് വന്നു. ഇനി ഇത് നമ്മളിവിടെ നിന്ന് അൺലോഡ് ചെയ്ത് നാളെ വാഷിങ്ങിന് കയറും. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം.